गुरुर्ब्रह्मा गुरुर्विष्णु गुरुर्देवो महेश्वरा गुरुः परब्रह्मं तस्मै श्रीगुरवे नमः. ഓം ശ്രീ ഗുരവേ നമ. ഓം ശ്രീ ഗുരുഭ്യോ നമ. 2025 ജൂൺ 1 മുതൽ 7 വരെ, അതായത് മലയാള വർഷം 1200 ആണ്ട്, ഇടവം 18 മുതൽ 24 വരെയുള്ള വാരഫലമാണ് പറയാൻ പോകുന്നത്. ആദ്യമായി മേടക്കൂറിൻ്റെ ഫലങ്ങളാണ്. അശ്വതി, ഭരണി, കാർത്തികയുടെ ആദ്യപാദം എന്നിവയാണ് മേടക്കൂറിലുള്ളത്. ഇവർക്ക് ജന്മത്തിൽ ശുക്രനും ധനസ്ഥാനത്ത് രവിയും ധനസ്ഥാനത്തും സഹോദരസ്ഥാനത്തുമായ ബുധനും സഹോദരസ്ഥാനത്ത് വ്യാഴവും സുഖസ്ഥാനത്തും പുത്രസ്ഥാനത്തുമായ കുജനും വ്യയസ്ഥാനത്ത് ശനിയും സഞ്ചരിക്കുന്ന സമയമാണ്. മനപ്രയാസം വർദ്ധിക്കും. അനാരോഗ്യം, ദുഃഖം എന്നിവ ഉണ്ടാകും. മൃഷ്ടാന ലാഭവും ശയനസുഖവും ലഭിക്കും. ബന്ധുക്കളെ കൊണ്ട് ഗുണം കുറയും. അവിചാരിതമായ ധനലബ്ധി ഉണ്ടാകും. കാര്യതടസ്സം പ്രതീക്ഷിക്കാം. ദാമ്പത്യ സൗഖ്യം ഉണ്ടാകും. ഭാര്യാപുത്രാദികൾക്ക് രോഗമുണ്ടാകാൻ സാധ്യതയുണ്ട്. ദോഷപരിഹാരാർത്ഥം ശിവപ്രീതി, ശാസ്താപ്രീതി, മഹാവിഷ്ണുപ്രീതി, ഭദ്രകാളിപ്രീതി എന്നിവ വരുത്തുക. അടുത്ത ഇടവക്കൂറിൻ്റെ ഫലങ്ങളാണ്. കാർത്തിക മുക്കാൽ, രോഹിണി, മകീരം ആദ്യത്തെ പകുതി എന്നിവയാണ് ഇടവക്കൂറിലുള്ളത്. ഇവർക്ക് ജന്മത്തിൽ രവിയും ജന്മത്തിലും ധനസ്ഥാനത്തുമായ ബുധനും സഹോദരസ്ഥാനത്ത് വ്യാഴവും സുഖസ്ഥാനത്തും പുത്രസ്ഥാനത്തുമായ കുജനും ലാഭസ്ഥാനത്ത് ശനിയും വ്യയസ്ഥാനത്ത് ശുക്രനും സഞ്ചരിക്കുന്ന സമയമാണ്. സർവകാര്യസിദ്ധിയും കീർത്തിയും ഉണ്ടാകും. പല വിധത്തിലുള്ള ധനലാഭത്തിന് സാധ്യതയുണ്ട്. കുടുംബസുഖം ലഭിക്കും. വിജയങ്ങളും സന്തോഷവും ഉണ്ടാകും. ഭയം, സഞ്ചാരതടസ്സം എന്നിവ ഉണ്ടാകാൻ സാധ്യതയുണ്ട്. ദേഹപീഡ വർദ്ധിക്കും. കോപം നിയന്ത്രിക്കണം. ദോഷപരിഹാരാർത്ഥം ശിവപ്രീതി, ശ്രീകൃഷ്ണപ്രീതി എന്നിവ വരുത്തുക. അടുത്ത മിഥുനക്കൂറിൻ്റെ ഫലങ്ങളാണ്. മകേരം അവസാനത്തെ പകുതി, തിരുവാതിര, പുണർദം മുക്കാൽ എന്നിവയാണ് മിഥുനക്കൂറിലുള്ളത്. ഇവർക്ക് ജന്മത്തിൽ വ്യാഴവും ധനസ്ഥാനത്തും സഹോദരസ്ഥാനത്തുമായ കുജനും കർമ്മസ്ഥാനത്ത് ശനിയും ലാഭസ്ഥാനത്ത് ശുക്രനും വ്യയസ്ഥാനത്ത് സൂര്യനും വ്യയസ്ഥാനത്തിലും ജന്മത്തിലുമായി ബുധനും സഞ്ചരിക്കുന്ന സമയമാണ്. കഷ്ടനഷ്ടങ്ങൾ വർദ്ധിക്കും. ആരോഗ്യസ്ഥിതി മെച്ചമായിരിക്കില്ല. മാനക്ഷയം, കാര്യവിജയം, ഭയം, ദുഃഖം എന്നിവ ഉണ്ടാകും. ഭാഗ്യദോഷവും ധനനാശവും ഉണ്ടാകും. പാപപ്രവൃത്തികളിൽ താൽപ്പര്യം വർദ്ധിക്കും. സ്ഥാനഭ്രംശത്തിന് സാധ്യത കാണുന്നു. നിർഭയത്വവും ബന്ധുസമാഗമവും ഉണ്ടാകും. കർമ്മഗുണം കുറയും. ദോഷപരിഹാരാർത്ഥം ശിവപ്രീതി, ശാസ്താപ്രീതി, മഹാവിഷ്ണുപ്രീതി, ഭദ്രകാളിപ്രീതി എന്നിവ വരുത്തുക. അടുത്തത് കർക്കിടകക്കൂറിൻ്റെ ഫലങ്ങളാണ്. പുണർദം അവസാന പാദം, പൂയം, ആയില്യം എന്നീ നക്ഷത്രങ്ങളാണ് കർക്കിടകക്കൂറിലുള്ളത്. ഇവർക്ക് ജന്മത്തിലും ധനസ്ഥാനത്തുമായ കുജനും ഭാഗ്യസ്ഥാനത്ത് ശനിയും കർമ്മസ്ഥാനത്ത് ശുക്രനും ലാഭസ്ഥാനത്ത് രവിയും ലാഭസ്ഥാനത്തും വ്യയസ്ഥാനത്തുമായ ബുധനും വ്യയസ്ഥാനത്ത് വ്യാഴവും സഞ്ചരിക്കുന്ന സമയമാണ്. ധനപരമായ ബുദ്ധിമുട്ടുകളും മനോദുഃഖവും ഉണ്ടാകും. കലഹപ്രവണത ഉടലെടുക്കും. കർമ്മഗുണം കുറയും. യാത്രാക്ലേശം ഉണ്ടാകും. ശത്രുശല്യം വർദ്ധിക്കും. ആരോഗ്യസ്ഥിതി മെച്ചമായിരിക്കുകയില്ല. സ്വജനവിരഹത്തിനും ഉഷ്ണരോഗത്തിനും സാധ്യതയുണ്ട്. ഭയം, വസ്ത്രലാഭം, മാനക്ഷയം, മൃഷ്ടാനലാഭം എന്നിവ ഉണ്ടാകാം. അനുഭവഗുണം വർദ്ധിക്കും. ദോഷപരിഹാരാർത്ഥം ശാസ്താപ്രീതി, മഹാവിഷ്ണുപ്രീതി, ഭദ്രകാളിപ്രീതി എന്നിവ വരുത്തുക. അടുത്ത ചിങ്ങക്കൂറിൻ്റെ ഫലങ്ങളാണ്. മകം, പൂരം, ഉത്രം, ആദ്യപാദം എന്നീ നക്ഷത്രങ്ങളാണ് ചിങ്ങക്കൂറിലുള്ളത്. ഇവർക്ക് അഷ്ടമത്തിൽ ശനിയും ഭാഗ്യസ്ഥാനത്ത് ശുക്രനും കർമ്മസ്ഥാനത്ത് രവിയും കർമ്മസ്ഥാനത്തും ലാഭസ്ഥാനത്തുമായി ബുധനും ലാഭസ്ഥാനത്ത് വ്യാഴവും ജന്മത്തിലും വ്യയസ്ഥാനത്തുമായി കുജനും സഞ്ചരിക്കുന്ന സമയമാണ്. കർമ്മഗുണം വർദ്ധിക്കും. സമസ്ത മേഖലകളിലും പുരോഗതി ഉണ്ടാകും. മൃഷ്ടാനലാഭം, ധനനഷ്ടം, വസ്ത്രലാഭം എന്നിവ ഉണ്ടാകും. ഉഷ്ണരോഗങ്ങൾക്ക് സാധ്യത കാണുന്നു. ശത്രുനാശവും കളത്രസുഖവും ഉണ്ടാകും. അഭീഷ്ടകാര്യ സിദ്ധിയും സ്ഥാനപ്രാപ്തിയും ഉണ്ടാകും. അനുഭവഗുണം വർദ്ധിക്കും. ധർമ്മപ്രവൃത്തികളിൽ താൽപ്പര്യം വർദ്ധിക്കും. സന്താനഗുണം കുറയും. ബന്ധുക്കൾക്ക് കഷ്ടനഷ്ടങ്ങൾക്ക് സാധ്യത. ദോഷപരിഹാരാർത്ഥം ശാസ്താപ്രീതി, ഭദ്രകാളിപ്രീതി എന്നിവ വരുത്തുക. അടുത്തത് കന്നിക്കൂറിൻ്റെ ഫലങ്ങളാണ്. ഉത്രം മുക്കാൽ, അത്തം, ചിത്തിരയുടെ ആദ്യത്തെ പകുതി എന്നിവയാണ് കന്നിക്കൂറിലുള്ളത്. ഇവർക്ക് കളത്രസ്ഥാനത്ത് ശനിയും അഷ്ടമത്തിൽ ശുക്രനും ഭാഗ്യസ്ഥാനത്ത് രവിയും ഭാഗ്യസ്ഥാനത്തും കർമ്മസ്ഥാനത്തുമായി ബുധനും കർമ്മസ്ഥാനത്ത് വ്യാഴവും ലാഭസ്ഥാനത്തും വ്യയസ്ഥാനത്തുമായി കുജനും സഞ്ചരിക്കുന്ന സമയമാണ്. ആപത്തുകളെ കരുതിയിരിക്കുക. മൃഷ്ടാന ലാഭം, ധനനഷ്ടം, സന്തോഷം, അമിത ചെലവ് എന്നിവ ഉണ്ടാകും.
അധികാരികളുടെ പ്രീതി ലഭിക്കും, ആരോഗ്യം മെച്ചപ്പെടും, ഭാഗ്യക്കുറവ് അനുഭവപ്പെടും, സന്താനങ്ങളിൽ നിന്ന് ദുഃഖങ്ങൾക്ക് സാധ്യത, സ്ഥാനഭ്രംശത്തിനും വൈകല്യങ്ങൾക്കും സാധ്യതയുണ്ട്, ആഡംബരങ്ങൾക്കായി പണം ചെലവ് ചെയ്യേണ്ടതായി വരും, എല്ലാ കാര്യത്തിലും മന്ദത അനുഭവപ്പെടും, ചിലർക്ക് വിദേശവാസത്തിനുള്ള യോഗം ഉണ്ടാവും. ദോഷപരിഹാരാർത്ഥം ശിവപ്രീതി, ശാസ്താപ്രീതി, മഹാവിഷ്ണുപ്രീതി എന്നിവ വരുത്തുക. അടുത്തത് തുലാക്കൂറിൻ്റെ ഫലങ്ങളാണ്. ചിത്തിര അവസാനത്തെ പകുതി, ചോതി, വിശാഖം മുക്കാൽ എന്നിവയാണ് തുലാക്കൂറിലുള്ളത്. ഇവർക്ക് ശത്രുസ്ഥാനത്ത് ശനി, കളത്രസ്ഥാനത്ത് ശുക്രൻ, അഷ്ടമത്തിൽ രവി, അഷ്ടമത്തിലും ഭാഗ്യസ്ഥാനത്തുമായി ബുധൻ, ഭാഗ്യസ്ഥാനത്ത് വ്യാഴം, കർമ്മത്തിലും ലാഭസ്ഥാനത്തുമായി ചൊവ്വ എന്നിങ്ങനെ സഞ്ചരിക്കുന്ന സമയമാണ്. സുഖസൗകര്യങ്ങൾ വർദ്ധിക്കും, രോഗശാന്തി ഉണ്ടാകും, ദാമ്പത്യ സൗഖ്യം കുറയും, സ്ത്രീകൾ നിമിത്ത ഉപദ്രവങ്ങൾക്ക് സാധ്യത, കുടുംബസുഖവും ആജ്ഞാശക്തിയും ഉണ്ടാകും, സന്താന ഗുണം കുറയും, കർമ്മതടസ്സത്തിന് സാധ്യത, ധനപരമായി മെച്ചമായിരിക്കുകയില്ല, മൃഷ്ടാന്ന ലാഭം, അഭീഷ്ടസിദ്ധി, സന്തോഷം, അമിതമായ ചെലവ് എന്നിവയുണ്ടാകും, ഭയം വർദ്ധിക്കും, അകാരണമായി കലഹത്തിലേർപ്പെടും. ദോഷപരിഹാരാർത്ഥം ശിവപ്രീതി, ശ്രീകൃഷ്ണപ്രീതി, ഭദ്രകാളി പ്രീതി എന്നിവ വരുത്തുക. അടുത്ത വൃശ്ചികക്കൂറിൻ്റെ ഫലങ്ങളാണ്. വിശാഖം അവസാന പാദം, അനിഴം, തൃക്കേട്ട എന്നീ നക്ഷത്രങ്ങളാണ് വൃശ്ചികക്കൂറിലുള്ളത്. ഇവർക്ക് പുത്രസ്ഥാനത്ത് ശനിയും, ശത്രുസ്ഥാനത്ത് ശുക്രനും, കളത്രസ്ഥാനത്തും അഷ്ടമത്തിലുമായി ബുധനും, കളത്രസ്ഥാനത്ത് സൂര്യനും, അഷ്ടമത്തിൽ വ്യാഴവും, ഭാഗ്യസ്ഥാനത്ത് കർമ്മസ്ഥാനത്തുമായി ചൊവ്വയും സഞ്ചരിക്കുന്ന സമയമാണ്. ശാരീരിക അധ്വാനം വർദ്ധിക്കും, വയറിന് അസുഖമുണ്ടാകും, രോഗം, സർക്കാർ ഗുണാനുഭവങ്ങൾ, സന്തോഷം എന്നിവയ്ക്ക് സാധ്യതയുണ്ട്. ധനപരമായ ബുദ്ധിമുട്ടുകളും പരാജയങ്ങളും ഉണ്ടാകാം, സ്വജനങ്ങളുടെ വിരോധം ഉണ്ടാകും, അരിഷ്ടതയും സ്വാതന്ത്ര്യക്കുറവും അനുഭവപ്പെടും, ശത്രുശല്യം വർദ്ധിക്കും, മനോവിഷമങ്ങൾ അധികരിക്കും. ബുദ്ധിമോശം സംഭവിക്കാതിരിക്കാൻ പ്രത്യേകം ശ്രദ്ധിക്കുക. ദോഷപരിഹാരാർത്ഥം ശിവപ്രീതി, ശാസ്താപ്രീതി, മഹാവിഷ്ണുപ്രീതി, ഭദ്രകാളി പ്രീതി എന്നിവ വരുത്തുക. അടുത്തത് ധനുക്കൂറിൻ്റെ ഫലങ്ങളാണ്. മൂലം, പൂരാടം, ഉത്രാടം, ആദ്യപാദം എന്നിവയാണ് ധനുക്കൂറിലുള്ളത്. ഇവർക്ക് സുഖസ്ഥാനത്ത് ശനിയും, പുത്രസ്ഥാനത്ത് ശുക്രനും, ശത്രുസ്ഥാനത്ത് രവിയും, ശത്രുസ്ഥാനത്തും കളത്രസ്ഥാനത്തുമായ ബുധനും, കളത്രസ്ഥാനത്ത് വ്യാഴവും, അഷ്ടമത്തിലും ഭാഗ്യസ്ഥാനത്തുമായി കുജനും സഞ്ചരിക്കുന്ന സമയമാണ്. മാതാവിന് അരിഷ്ടതയ്ക്കോ വാഹനങ്ങൾക്ക് കേടുപാടിനോ സാധ്യതയുണ്ട്. ധനസമൃദ്ധിയും ബന്ധുഗുണവും ഉണ്ടാവും. സൽക്കർമ്മങ്ങൾക്കായി യാത്ര പോകാൻ ഇടയുണ്ട്. ദാമ്പത്യ സൗഖ്യം ഉണ്ടാകും, കാര്യവിജയം പ്രതീക്ഷിക്കാം, ശത്രുക്കളുമായി രമ്യതയിലെത്തും, രക്തവാർച്ചയും അപമാനവും ഉണ്ടാകും, അഗ്നി, ആയുധം എന്നിവ സൂക്ഷിച്ച് കൈകാര്യം ചെയ്യുക. ഭയം, തൊഴിൽ പുരോഗതി, സന്തോഷം എന്നിവയുണ്ടാകും. ധനലാഭവും ആഗ്രഹസാഫല്യവും പ്രതീക്ഷിക്കാം. ദോഷപരിഹാരാർത്ഥം ശാസ്താപ്രീതി, ഭദ്രകാളി പ്രീതി എന്നിവ വരുത്തുക. അടുത്തത് മകരക്കൂറിൻ്റെ ഫലങ്ങളാണ്. ഉത്രാടം മുക്കാൽ, തിരുവോണം, അവിട്ടം ആദ്യത്തെ പകുതി എന്നിവയാണ് മകരക്കൂറിലുള്ളത്. ഇവർക്ക് സഹോദരസ്ഥാനത്ത് ശനിയും, സുഖസ്ഥാനത്ത് ശുക്രനും, പുത്രസ്ഥാനത്തും ശത്രുസ്ഥാനത്തുമായ ബുധനും, പുത്രസ്ഥാനത്ത് സൂര്യനും, ശത്രുസ്ഥാനത്ത് വ്യാഴവും, കളത്രസ്ഥാനത്തിലും അഷ്ടമത്തിലുമായി ചൊവ്വയും സഞ്ചരിക്കുന്ന സമയമാണ്. മനസ്സിന് സ്വസ്ഥത കുറയും, മൃഷ്ടാന്ന ലാഭവും ശയനസുഖവും ഉണ്ടാകും. അഗ്നി, ആയുധം, വാഹനം എന്നിവ സൂക്ഷിച്ച് കൈകാര്യം ചെയ്യുക. സ്വാതന്ത്ര്യക്കുറവ് അനുഭവപ്പെടും, തൊഴിൽ പുരോഗതിക്ക് സാധ്യതയുണ്ട്, ദാമ്പത്യ കലഹത്തിന് സാധ്യത കാണുന്നു, ജപധ്യാനാദികൾക്ക് മുടക്കമുണ്ടാകും, ശത്രുക്കളെ കൊണ്ട് ഉപദ്രവം പ്രതീക്ഷിക്കാം, സ്ഥാനപ്രാപ്തിയും വാഹന ശയനസുഖവും ഉണ്ടാകും, സഹോദര ഗുണവും സർവാഭീഷ്ട സിദ്ധിയും ഉണ്ടാകും. ദോഷപരിഹാരാർത്ഥം ശിവപ്രീതി, മഹാവിഷ്ണുപ്രീതി, ഭദ്രകാളി പ്രീതി എന്നിവ വരുത്തുക. അടുത്ത് കുംഭക്കൂറിൻ്റെ ഫലങ്ങളാണ്. അവിട്ടം അവസാന പകുതി, ചതയം, പൂരിട്ടാതി മുക്കാൽ എന്നിവയാണ് കുംഭക്കൂറിലുള്ളത്. ഇവർക്ക് ധനസ്ഥാനത്ത് ശനിയും, സഹോദരസ്ഥാനത്ത് ശുക്രനും, സുഖസ്ഥാനത്തും പുത്രസ്ഥാനത്തുമായി ബുധനും, സുഖസ്ഥാനത്ത് രവിയും, പുത്രസ്ഥാനത്ത് വ്യാഴവും, ശത്രുസ്ഥാനത്ത് കളത്രസ്ഥാനത്തുമായി കുജനും സഞ്ചരിക്കുന്ന സമയമാണ്. ധനനാശത്തിനും നയനരോഗങ്ങൾക്കും സാധ്യതയുണ്ട്. ശത്രുനാശവും വസ്ത്രാഭരണ ലാഭവും പ്രതീക്ഷിക്കാം. ഗ്രഹവാഹനാദി സൗഖ്യവും സന്തോഷവും ഉണ്ടാകും. അനുഭവഗുണം വർദ്ധിക്കും, യാത്രാഗുണം ഉണ്ടാകും, രോഗശമനം പ്രതീക്ഷിക്കാം, കാര്യങ്ങൾ അനുകൂലമാകും. അഗ്നി, ആയുധം, വാഹനം എന്നിവ സൂക്ഷിച്ച് കൈകാര്യം ചെയ്യുക. സ്ത്രീ പുരുഷ സുഖാനുഭവങ്ങൾ നഷ്ടപ്പെടാനിടയുണ്ട്. ദോഷപരിഹാരാർത്ഥം ശിവപ്രീതി, ശാസ്താപ്രീതി, സർപ്പദൈവ പ്രീതി എന്നിവ വരുത്തുക. അടുത്തത് മീനക്കൂറിൻ്റെ ഫലങ്ങളാണ്. പൂരിട്ടാതി അവസാന പാദം, ഉത്രട്ടാതി, രേവതി എന്നീ നക്ഷത്രങ്ങളാണ് മീനക്കൂറിലുള്ളത്. ഇവർക്ക് ജന്മത്തിൽ ശനിയും, ധനസ്ഥാനത്ത് ശുക്രനും, സഹോദരസ്ഥാനത്തും സുഖസ്ഥാനത്തുമായി ബുധനും, സഹോദരസ്ഥാനത്ത് രവിയും, സുഖസ്ഥാനത്ത് വ്യാഴവും, പുത്രസ്ഥാനത്തും ശത്രുസ്ഥാനത്തുമായി കുജനും സഞ്ചരിക്കുന്ന സമയമാണ്. ആരോഗ്യപുഷ്ടിയും ഗ്രഹവാഹനാദി സൗഖ്യവും ഉണ്ടാകും. വാഹനം, യന്ത്രസാമഗ്രികൾ എന്നിവ സൂക്ഷിച്ച് കൈകാര്യം ചെയ്യുക. ജ്വരവും ഉചിതമല്ലാത്ത ചിന്തകളും ഉണ്ടാകാൻ സാധ്യതയുണ്ട്. സഹോദരങ്ങളുമായി കലഹത്തിന് സാധ്യത, അനുഭവഗുണം കുറയും,
ബന്ധുക്കളിൽ നിന്ന് ഉപദ്രവം ഉണ്ടാകും. ധനധാന്യ സമൃദ്ധിയും ഐശ്വര്യവും ഉണ്ടാകും. രോഗവും ഇഷ്ടജനങ്ങളുടെ വേർപാടും ഉണ്ടാകാൻ സാധ്യതയുണ്ട്. ദോഷപരിഹാരാർത്ഥം ശാസ്താപ്രീതി, മഹാവിഷ്ണു പ്രീതി, ഭദ്രകാളി പ്രീതി എന്നിവ വരുത്തുക.